നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ദൈവാധീനത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് ചില വ്യക്തികളിൽ തന്റെ ഉപാസനാ ശക്തി കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചു വരുന്നതായി നാം കാണാറുണ്ടല്ലോ. മറ്റു ചില വ്യക്തികളിൽ തന്റെ കുടുംബദേവതയുടെ ശക്തിയാൽ ദൈവാധീനം വർദ്ധിച്ചു വരുന്നു. ചിലരിൽ പൂർവിക ജന്മത്തിൽ ചെയ്ത പുണ്യഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാധീനം വർദ്ധിച്ചു വരുന്നു. മറ്റു ചിലർക്ക് ജനന സമയത്തെ അടിസ്ഥാനമാക്കി ദൈവാധീനം വർദ്ധിച്ചു വരാറുണ്ട്. ജ്യോതിശാസ്ത്ര പ്രകാരം 12 രാശിയും 9 ഗ്രഹങ്ങളുമാണുള്ളത്. ഈ 9 ഗ്രഹങ്ങൾക്കും പലവിധ കാരകത്വങ്ങളാണ് ഉള്ളത്. ഉദാഹരണമായി ചൊവ്വ എന്ന ഗ്രഹത്തിന് അഗ്നിയുടെ കാരകത്വവും അടുക്കളയുടെ കാരകത്വവും അതുപോലെ യൂണിഫോമിന്റെ കാരകത്വവും സേനാധിപ യോഗവും ഒക്കെയുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുപോലെ മറ്റ് ഗ്രഹങ്ങൾക്കും പലവിധ കാരകത്വങ്ങളാണ് ഉള്ളത്. അത് അവരുടെ ദശയുടെയും അപഹാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയിൽ വന്നു ഭവിക്കുന്നത്. എന്നാൽ ജ്യോതിശാസ്ത്ര പ്രകാരം ദൈവാധീനം ചിന്തിക്കേണ്ടതായ ഗ്രഹം എന്നാൽ വ്യാഴമാണ്. വ്യാഴൻ 12 രാശികളും പൂർത്തിയാക്കുവാൻ 12 വർഷക്കാലമാണ് എടുക്കുന്നത്. അതായത് ഒരു രാശിയിൽ ഒരു വർഷം വീതം 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാകുകയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സന്താനങ്ങളുടെയും ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. അതുപോലെ സർവേശ്വരന്മാരുടെ കാരകത്വം ഉള്ള ഗ്രഹമാണ് വ്യാഴം. ഭാഗ്യത്തിന്റെ കാരകത്വവും വ്യാഴനുണ്ട്. സർവേശ്വരന്മാരുടെയും കാരകത്വം ഉള്ളതുകൊണ്ട് വ്യാഴൻ അനുകൂലനായി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നിത്യവും ഉണ്ടാകും. എന്നാൽ വ്യാഴൻ പിഴച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പലവിധ രോഗദുഃഖ ദുരിതങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളിൽ ഒരു ഗ്രഹങ്ങളും നിൽക്കുന്നത് നല്ലതല്ല. ഈ ഭാവങ്ങൾ അനിഷ്ടഭാവങ്ങളാണ്. ഈ ഭാവങ്ങളിൽ വ്യാഴൻ നിന്നു കഴിഞ്ഞാൽ പലവിധ ക്ലേശദുഃഖ ദുരിതങ്ങൾ വന്നു ഭവിക്കാറുണ്ട്. 6ൽ വ്യാഴൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കേസ്, വഴക്ക് മുതലായവ വന്നു ഭവിക്കുവാൻ സാധ്യത ഏറുകയാണ്. എന്നാൽ ശത്രുവിനുമേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല ബിസിനസ്സുകളിൽ പോയി തലയിട്ട് ആ ബിസിനസ്സുകളിൽ പലവിധ ധനനഷ്ടം വന്നു ഭവിക്കുവാനും സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞാൽ 8ൽ നിൽക്കുന്നതായ വ്യാഴം ധനത്തെ നശിപ്പിക്കുകയും ദീർഘായുസിനെ സൂചിപ്പിക്കുകയും മരണശേഷം വൈകുണ്ഠത്തിൽ എത്തിപ്പെടുകയും സ്വന്തം ഗൃഹം വിട്ട് മാറി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അടുത്തതായി 12ൽ നിൽക്കുന്ന വ്യാഴം ഇടയ്ക്കിടയ്ക്ക് കടം വന്നു ചേരുകയും രോഗദുരിതങ്ങളും ദുഃഖവും സ്ഥാനഭ്രംശവും ഒരു വലിയ പദവിയിലിരുന്ന് ആ പദവിയിൽ നിന്നും വീഴ്ചയുണ്ടാകുകയും ഫലമാകുന്നു. ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴൻ പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശവും ഒക്കെ ഉണ്ടാക്കും. പിന്നെ 12ൽ നിൽക്കുന്ന വ്യാഴം ജയിൽവാസം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാക്കുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കിടക്കേണ്ടതായി വരാം. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനഭ്രംശം സംഭവിച്ച് ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയേറുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസ ജീവിതം പോലെയുള്ള അവസ്ഥയുണ്ടാകാം എന്നൊക്കെ പറയാം. 12ൽ നിൽക്കുന്ന വ്യാഴപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഭാഗ്യം കുറഞ്ഞു വരുവാൻ സാധ്യത ഏറുകയാണ് ഇവർക്ക്. ശരിക്കും ഇങ്ങനെ വരുന്ന ജാതകക്കാർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വർഷം തോറും പൂജകൾ നടത്തുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അതായത് ഗുരുവായൂര് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ പൂജാതി കാര്യങ്ങൾ നടത്തിപ്പിക്കുന്നതും പാൽപായസം നടത്തുന്നതും ഒക്കെ നല്ലതായി കരുതപ്പെടുകയാണ്. 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴൻ നിൽക്കുന്ന വ്യക്തികൾ വ്യാഴ ദശാകാലത്ത് കഴിയുന്നതും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ കൂട്ടു ബിസിനസ്സുകൾ തുടങ്ങാൻ പാടില്ല. ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ പാടില്ല. ജാമ്യം മുതലായവ നിന്നു കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങൾ വന്നു ഭവിച്ചേക്കാം. പലരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും ആണ്. ഈ കാലഘട്ടങ്ങളിൽ പലവിധ ചിന്തകൾ നമുക്ക് വന്നു ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ്. ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴൻ നിൽക്കുന്ന വ്യക്തികൾ കഴിയുന്നതും കൃഷ്ണനെ ഭജിക്കുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളായ മറ്റു ദേവന്മാരെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. രാവിലെ എഴുന്നേറ്റ് വിഷ്ണു ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ച്
വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കൃഷ്ണന് തുളസിഹാരം സമർപ്പിക്കുന്നതും വിഷ്ണുവിന് താമരമാല സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും കൃഷ്ണന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതുമൊക്കെ വളരെ അനുകൂല അവസ്ഥ ഉണ്ടാക്കുന്നതാണ്. കഴിയുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. അതുകൊണ്ട് വ്യാഴദശ കാലഘട്ടം വരുമ്പോൾ ഇവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വ്യാഴൻ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പൂർവ്വജന്മത്തിൽ ചെയ്ത സുകൃത ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 9ൽ വ്യാഴൻ നിൽക്കുന്ന വ്യക്തിക്ക്, 9ൽ വ്യാഴൻ മൗഢ്യമോ നീചമോ അല്ലാതെ നിൽക്കുന്ന വ്യക്തിക്ക് ഭാഗ്യമുണ്ടാകുന്നു, ധർമ്മമുണ്ടാകുന്നു, എല്ലാവരുടെയും ഗുരുക്കന്മാരായി മാറുവാനുള്ള അവസ്ഥയുണ്ടാകുന്നു, പല രീതിയിൽ ധനവർദ്ധനവുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടാകുന്നു, മറ്റുള്ളവരുടെ ആചാര്യനായി മാറുവാനുള്ള സാധ്യതയുണ്ടാകുന്നു. മെഡിസിൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല അവസ്ഥ വന്നു ചേരുന്ന ഒരു സ്ഥാനമാണ്. അതുപോലെ ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങളാണ് അനുഭവിക്കുന്നത്. ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയും 9ൽ വ്യാഴം നിൽക്കുന്ന വ്യക്തികൾ പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്തവരാണ്. അതായത് ആ ജന്മത്തിൽ ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്നവരും അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയുന്നവരുമായിരുന്നു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ടാണ് ഇഹജന്മത്തിൽ വ്യാഴഗ്രഹം അനുകൂല സ്ഥാനത്തിൽ വന്നു നിന്നത്. അതുപോലെ വ്യാഴൻ സന്താനത്തിന്റെ കാരകൻ കൂടിയാണ്. നല്ല സന്താന ഗുണം ഉണ്ടാകുകയും സന്താനങ്ങളിൽ നിന്നും പലവിധ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ഫലമാകുന്നു. എന്നാൽ 6ലോ 8ലോ 12ലോ നിൽക്കുന്ന വ്യാഴൻ വിവാഹം കഴിഞ്ഞിട്ടും സന്താനം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പലവിധ രോഗദുഃഖ ദുരിതങ്ങൾ വന്നുഭവിക്കുവാൻ സാധ്യതയുണ്ടാകാം, അല്ലെങ്കിൽ ചില വൈകല്യങ്ങൾ മുതലായവ വന്നുഭവിക്കുവാനും സാധ്യതയുണ്ട്. ഇതിനും പരിഹാരമായി സന്താന ഗോപാല അർച്ചന നടത്തുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അതുപോലെ ബാക്കി എല്ലാ ഭാവങ്ങളിലും നിൽക്കുന്ന വ്യാഴൻ ഭാഗ്യം വർധനവിനെ സൂചിപ്പിക്കുകയാണ്. 9ൽ നിൽക്കുന്ന വ്യാഴൻ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. 9, 11, 2 എന്നീ ഭാവങ്ങളിലാണ് വ്യാഴൻ ഏറ്റവും അനുകൂലം അവസ്ഥ ഉണ്ടാക്കുന്നത്. കുടുംബജീവിത സുഖം ഉണ്ടാകുകയും തന്റെ ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും പക്വതയുണ്ടാകുകയും ഒക്കെ ഫലമാകുന്നു ഈ ഭാവങ്ങളിൽ വ്യാഴൻ നിന്നാൽ. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ ഭരണ നേതൃത്വം വഹിക്കുവാനുള്ള യോഗമുണ്ടാക്കുന്ന വ്യാഴനാണ്. ധനം സമ്പാദിക്കുവാനും തന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും പലവിധ വിദ്യകൾ പഠിക്കുവാനുള്ള യോഗവും വന്നു ഭവിക്കുന്നു. മനോഹരമായ കണ്ണുള്ളവനും രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കാത്തവനുമായി ഭവിക്കുന്നു. എന്നാൽ 5ൽ വ്യാഴൻ നിൽക്കുന്നവൻ പൂർവികമായി ചെയ്ത പുണ്യത്തിന്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുകയും മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്നവനും നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നവനും പുരാതന കാര്യങ്ങളോട് താല്പര്യമുള്ളവനും നല്ല സുഖഭോജനം അനുഭവിക്കുന്നവനുമായി വ്യാഴൻ അനുകൂലനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല. അവനെല്ലാം സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് കഠിനാധ്വാനത്തിലൂടെ അവൻ വിജയത്തിൽ എത്തിച്ചേരുന്നവനായിരിക്കും. എന്നാൽ എല്ലാവർക്കും വ്യാഴൻ അനുകൂലൻ ആകത്തില്ല. അതായത് അവർ പൂർവികമായി ചെയ്ത ഫലമാണ് ഈ ജന്മത്തിൽ വ്യാഴൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങൾ, അതായത് ബുധൻ, ശുക്രൻ എന്നിവരൊക്കെ അനുകൂലത്തിൽ നിന്നാൽ പലവിധ ഗുണാനുഭവങ്ങളാണ് ആ വ്യക്തിയിൽ വന്നു ചേരുന്നത് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും വ്യാഴൻ അനുകൂലനല്ലാതെ നിൽക്കുന്ന വ്യക്തികൾ മാസം തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തന്നെ വേണം. ഇത് നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ഫലമാകും. അതുപോലെ വസ്ത്രങ്ങൾ ഇല്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും ആഹാരം കഴിക്കുവാൻ പണമില്ലാത്തവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുന്നതുമൊക്കെ വളരെ അനുകൂല അവസ്ഥ ഈ വ്യക്തികളിൽ ഉണ്ടാക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.